ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 2 എന്നുള്ള പേപ്പറിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെ ആയിരിക്കുമെന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പോലെ എങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത്. മെയ് 19-നാണ്, നിങ്ങൾക്കറിയാലോ ASE എക്സാം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എക്സാം മെയ് 19-നാണ്. 1 hour എക്സാമാണ്, 28 മാർക്കിനാണ്. 3 സെക്ഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 സെക്ഷനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. പാർട്ട് എ എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് ബി എന്ന് പറയുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യനും പാർട്ട് സി എന്ന് പറയുന്നത് 4 മാർക്സ് ക്വസ്റ്റ്യനും ആയിരിക്കും. ഇനി പാർട്ട് എ എന്ന് പറയുന്നത് 1 വേർഡിൽ അല്ലെങ്കിൽ 1 സെൻറ്റൻസിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ, നിങ്ങളുടെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വസ്റ്റ്യൻസ് ആസ്ഡ്. പാർട്ട് 2 എന്ന് പറയുന്നത്, അതായത് പാർട്ട് ബി എന്ന് പറയുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഒരു 3-4 സെൻറ്റൻസസ് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് നിർത്തുക. ഒരു 2 to 4 സെൻറ്റൻസസ് അല്ലെങ്കിൽ 3 or 4 സെൻറ്റൻസസ്, മാക്സിമം 4 സെൻറ്റൻസസിൽ വെച്ചിട്ട് നിർത്തുക. ഓക്കെ, അതിനപ്പുറത്തോട്ട് എഴുതണം എന്നില്ല. 4 സെൻറ്റൻസസിലാണ് ഒതുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 2 to 3 സെൻറ്റൻസസ്, അതും ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇനി പാർട്ട് സി എന്ന് പറയുന്നതാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക്. അപ്പോൾ അതിലാണ് നമുക്ക് കുറച്ചും കൂടി എഴുതാനുള്ളത്. അപ്പം 4 മാർക്കിൻ്റെ, അപ്പം പാർട്ട് എ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ, പാർട്ട് ബി എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ, പാർട്ട് സി എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ. ഈ പാർട്ട് സിക്കകത്ത് നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് കാണും. അതായത് ഓരോ ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻസ് കാണും, അതിൻ്റെ ഒപ്പം വേറൊരു ക്വസ്റ്റ്യനും കൂടി കാണും. ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് എഴുതുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ എഴുതുന്നത് ആ ക്വസ്റ്റ്യൻ അങ്ങ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എഴുതുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടെങ്കിൽ ആ എ ആണോ ബി ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. ബിക്കോസ് ചോയ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ എ ആൻഡ് ബി എന്നുള്ള അതൊന്നും മാറ്റി എഴുതാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പാർട്ട് സി ആണ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. പാർട്ട് സിക്കകത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ലെസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാണും, അതായത് ഓരോ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാണും. അല്ലാതെ നിങ്ങൾക്ക് ഈ റൈറ്റിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണും. റൈറ്റിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 2-നകത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ അല്ലാതെയുള്ള പ്യുവർലി തിയറി അല്ല, അല്ലാതെ ലെസൺ ബേസ്ഡ് അല്ലാതെ റൈറ്റിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ചോദിക്കാം. ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ്സ്, ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ എല്ലാം ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കുക. പോഡ്കാസ്റ്റ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിള്, അതുപോലെ തന്നെ സ്പീച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സ്പീച്ച്, ബ്ലോഗ് ചോദിക്കാം നിങ്ങളുടെ അടുത്ത്, പോഡ്കാസ്റ്റ് ചോദിക്കാം, സ്പീച്ച് ചോദിക്കാം, ദെൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജെൻഡർ ഡിസ്പാരിറ്റി, നിങ്ങളുടെ പ്രാക്ടിക്കത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് വേണം പോകാൻ. ഇപ്പോൾ സ്പീച്ച് ആണെന്നുണ്ടെങ്കിലും പോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ അല്ലാതെ തന്നെ കോമ്പോസിഷൻ ആർട്ടിക്കിൾ പോലെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലും ബ്ലോഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുമ്പം നിങ്ങൾ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം, അതിന് മാർക്ക് ഉണ്ടെങ്കിലും ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജെൻഡർ ഡിസ്പാരിറ്റി അറ്റ് ഹോം, അതായത് വീട്ടിലെ ജെൻഡർ ഡിസ്പാരിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ കുറച്ച് പോയിന്റ്സ്, അതായത് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ ഈ റൈറ്റിംഗ് സെക്ഷൻ ആകുമ്പോൾ 1.5 പേജസ് എങ്കിലും എഴുതണം. അതാണ് കുറച്ചും കൂടി സേഫ്. നിങ്ങൾ ലെസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ്, അതും ഇതുപോലെ തന്നെ 1.5 പേജസ് എഴുതാൻ പറ്റുന്നവർ നല്ലപോലെ എഴുതുക. മാക്സിമം ഒരു 1.5 പേജസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ജെൻഡർ ഡിസ്പാരിറ്റി അറ്റ് ഹോം എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വീട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയാണ് വീട്ടിലുള്ള, അതായത് അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അമ്മയും അച്ഛനും തമ്മിലുള്ള ഡിഫറൻസ്. അമ്മ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു വീട്ടിൽ, അമ്മയായിരിക്കും കിച്ചൺ ഡ്യൂട്ടി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്പേസിലുള്ള ഡ്യൂട്ടി കൂടുതൽ ഏറ്റെടുക്കുന്നത് അമ്മയായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് ജെൻഡർ ഡിസ്പാരിറ്റി അറ്റ് ഹോം എന്നുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അമ്മയും അച്ഛനും തമ്മിലുള്ള ആ ഒരു വർക്ക് ഡിസ്ക്രിമിനേഷൻ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കൂടുതലും അമ്മയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കിച്ചണിൽ അമ്മ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ഒബ്സർവ് ചെയ്യാൻ, രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ തൊട്ട് നിങ്ങളെ നേച്ചർ ചെയ്യുന്ന, അതായത് നിങ്ങളെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ എഴുതാം. അതല്ല അതിനകത്ത് തന്നെ പിന്നെ നിങ്ങൾക്ക് ജെൻഡർ ഡിസ്പാരിറ്റി അറ്റ് ഹോം ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഗേൾസ്, അതായത് ബ്രദർ സിസ്റ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും അമ്മയെ കിച്ചണിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു കൈൻഡ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ,
പിന്നെ അപ്പോൾ അത് നല്ലപോലെ നോക്കി വെക്കുക ആ ഒരു ടോപ്പിക്ക്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ പോലെയുള്ള പിന്നെ വർക്ക് ഏരിയാസിൽ ഉള്ള എന്താണ് ജെൻഡർ ഡിസ്പാരിറ്റി. അതായത് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോയിൽ നിങ്ങൾ അതും എന്താണ് ഇതുപോലെ സ്ത്രീകളെ നമ്മൾ അധികം ഫുഡ് കൊണ്ടുവരുന്നത് ഇപ്പം കുറച്ച് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇപ്പം 2-3 പേരെയൊക്കെ എനിക്ക്, അതായത് നമ്മൾ കുറച്ച് നമുക്കറിയാം റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കുറച്ച് സ്ത്രീകളൊക്കെ ഇപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു 80% അല്ലെങ്കിൽ 90% ഡോമിനേറ്റഡ് ബൈ മെൻ ആണ്, അല്ലെങ്കിൽ യൂഷ്വലി യങ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആളുകളാണ്, അല്ലെങ്കിൽ മെന്നാണ് ഈ ഒരു ഏരിയയിലും കൂടുതൽ വർക്ക് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ, സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോയിൽ. അപ്പോൾ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി വെക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർക്കാണ്, ഒരു പോയിൻ്റാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്ത പ്രാക്ടിക്കത്തിനകത്ത് തന്നെയുള്ള പ്രാക്ടിക്കം നിങ്ങൾ സിലബസ് ബേസ് ചെയ്തിട്ട് നോക്കുക. അപ്പം അടുത്ത പ്രാക്ടിക്കത്തിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഗ്യാസ്ട്രോണമിയുടെ എവല്യൂഷൻ മൊത്തത്തിൽ ചോദിക്കുക. അത് നിങ്ങളൊരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ ഗ്യാസ്ട്രോണമിയുടെ ഒരു എവല്യൂഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമി എ ടെയിൽ ഓഫ് ഫ്യൂഷൻ എന്നുള്ള വർക്കിനകത്ത് നിങ്ങളുടെ ലെസണിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അതിനെക്കുറിച്ച് ചിലപ്പോൾ സ്പീച്ചോ അല്ലെങ്കിൽ ബ്ലോഗോ പോഡ്കാസ്റ്റോ ഒക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് അപ്പോൾ എളുപ്പമായിട്ട് എഴുതാൻ പറ്റും, കാരണം നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൻ്റെയാണ്. അത് ഒറ്റയടിക്ക് ചോദിക്കാൻ പറ്റും. അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റ്സ് ഇൻ കേരള. അത് പ്രാക്ടിക്കത്തിനകത്ത് ഒരു കേസ് സ്റ്റഡി പോലെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളായിട്ടും ബ്ലോഗായിട്ടും പോഡ്കാസ്റ്റായിട്ടും സ്പീച്ചായിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതൊരു അല്ലാതെ കൈൻഡ് ഓഫ് ആർട്ടിക്കിൾ ഒരു കോമ്പോസിഷൻ പോലെയും ചോദിക്കാം. പിന്നെ ഫോറിൻ ഇൻഫ്ലുവൻസസ് ഇൻ ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമി. അത് നിങ്ങളുടെ തന്നെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമിക്കകത്ത് ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും മുഗൾസിൻ്റെയും ഡച്ചുകാരുടെയും ആംഗ്ലോ ഇന്ത്യൻ ക്വിസീനും അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടാണ് ആ ക്വസ്റ്റിന് എഴുതേണ്ടത്. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമി എന്നുള്ള ലെസണിനകത്ത് അതുണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ടേബിൾ മാനേഴ്സ്. അതൊക്കെ 4 മാർക്സ് ക്വസ്റ്റിന് പ്രതീക്ഷിക്കാം. ഓക്കെ. ടേബിൾ മാനേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? 1.5 പേജസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് 4 മാർക്സ് ആകുമ്പോൾ ഒരു 3.5 3 ഒക്കെ കിട്ടും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് റെസിപ്പിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലെ സക്സസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കുക. എന്തൊക്കെ ചോദിച്ചാലും നിങ്ങൾ ഇതൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുനിന്ന് വരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡയലോഗ്സ് ആയിട്ട് ചോദിക്കാം. 2 ആളുകൾ തമ്മിൽ, ഒരു മേർച്ചൻറ്റും ഒരു കസ്റ്റമറും തമ്മിലുള്ള ഒരു ഡയലോഗ്സ് റിലേറ്റഡ് ടു ഫുഡ്, അത് ചോദിക്കാം. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് നിങ്ങളുടെ റൈറ്റിംഗ് സെക്ഷനിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഇനി നമ്മുടെ ലെസണിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസണിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻ ഇൻ ദ കിച്ചൺ എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് സിലബസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ബൈ സ്റ്റീഫൻ ഡിവേറോ ആൻഡ് ജെറി എഡ്വേർഡ്സ്. അതിൻ്റെ നിങ്ങൾ ഓരോ ലെസണിൻ്റെയും ഓഥേഴ്സിനെ മനസ്സിലാക്കി വെക്കുക. അതാരാണ് ഓരോ ലെസണും എഴുതിയിരിക്കുന്നതെന്ന് ആദ്യം തന്നെ നോക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ലെസണിനകത്ത് നിങ്ങളൊരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിനുള്ളത് എക്സ്പെക്ട് ചെയ്ത് വെക്കുക. കൂടുതലും അതിനകത്തുനിന്ന് അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലുള്ള ചോദ്യങ്ങളും 2 മാർക്സ് അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വലിയ ഒരു ഇച്ചിരി ടഫ് ആയതുകൊണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലെ ഒന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഫുഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹെൽത്തി ഡയറ്റ്സ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ, ഫുഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹെൽത്തി ഡയറ്റ്സ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റിനകത്ത് നിറച്ചും ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഫുൾ 1 മാർക്ക് 2 മാർക്ക് 4 മാർക്സ് ക്വസ്റ്റ്യൻസിന് പറ്റിയ ഒരു ചാപ്റ്ററാണത്. അപ്പം അതിനകത്തുനിന്നും ഇതുപോലെ എന്താണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസും അതിൻ്റെ സോഴ്സസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഫുഡിനകത്ത്. ഓക്കെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നും ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് ഓരോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരുന്നതെന്നുള്ളതെന്ന് ചോദിക്കാം. അതായത് മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, പിന്നെ അതുപോലെ തന്നെ അതർ അഗ്രികൾച്ചറൽ എമിഷൻസിൻ്റെ സോഴ്സസ് ചോദിക്കാം. പിന്നെ ചെറിയ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്ന് വരുന്നു, വലിയ ലാർജ് ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്ന് വരുന്നു. ലാർജ് ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് ആനിമൽ ബേസ്ഡ് ഫുഡിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെ നമ്മൾ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ യൂണിറ്റ് എന്താണ്,
അത് കാർബൺ ഡയോക്സൈഡ് കിലോഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വലൻ്റ്, അതായത് kg CO2. അപ്പോൾ അത് EQ, kg CO2 EQ, ആ ഒരു യൂണിറ്റ് ചോദിക്കാം. ആനിമൽ ബേസ്ഡ് ഫുഡിൻ്റെ ഏതൊക്കെയാണ് ആനിമൽ ബേസ്ഡ് ഫുഡ്, ഏതൊക്കെയാണ് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് എക്സാമ്പിൾസ് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ആനിമൽ ബേസ്ഡ് ഫുഡിനകത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ആനിമൽ ബേസ്ഡ് ഫുഡിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതിനകത്ത് ഏറ്റവും എക്സാമ്പിളായിട്ട് വരുന്ന ഷ്രിമ്പ് ഫാമിങ്ങിൻ്റെ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഷ്രിമ്പ് ഫാം എന്ന് പറയുന്നത് എന്താണ്? ഷ്രിമ്പ് നമ്മൾ ഷ്രിമ്പ് ഫാം എന്ന് പറയുന്നത് അതിന് ഒരുപാട് അത് കോസ്റ്റൽ ലാൻഡ്സിലാണ് അത് കൂടുതലും ഈ ഷ്രിമ്പ് ഫാമിങ് നടത്തി വരുന്നത്, അല്ലേ? അപ്പോൾ കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഫോർമേർലി അത് കണ്ടൽ കാടുകളുടെ ഒരു ശേഖരമായിരിക്കും ആ ഒരു സ്ഥലം, മാംഗ്രൂവ് ഫോറസ്റ്റ് ആയിരിക്കും. ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് കാർബൺ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ ഷ്രിമ്പ് ഫാമിംഗ് നടത്തുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ എന്ത് ചെയ്യും? ഈ അബ്സോർബ് ആവുന്നില്ലല്ലോ, കാർബൺ അത് അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. ഓക്കെ, അപ്പം അതാണൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. പിന്നെ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ഏതൊക്കെയാണെന്ന് പറയുക, എക്സാമ്പിൾസ് നോക്കി വെക്കുക, അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി വെക്കുക. പിന്നെ നമുക്ക് എങ്ങനെ ഫുഡ് റിലേറ്റഡ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് സിസ്റ്റത്തിൽ നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലോട്ട് പോവുക, അതുപോലെ തന്നെ ആനിമൽ ബേസ്ഡ് ഫുഡ് കുറയ്ക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻസ് യൂസ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻസിന് എക്സാമ്പിൾ നോക്കിക്കോളാം. ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ആൻഡ് ഡയറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന്, ഇൻസെക്ട് ബേസ്ഡ് പ്രോട്ടീൻസ്, സെൽ ബേസ്ഡ് അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് മീറ്റ്, ഇത് നോക്കി വെക്കുക. പിന്നെ ഇംപ്രൂവ്ഡ് ഫീഡ് ആൻഡ് ഫീഡിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ അതായത് ഈ നമ്മൾ മീഥെയിൻ ഗ്യാസിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ചെറിയ കുഞ്ഞ് സ്മോളർ ഹേർഡ് സൈസസിൽ ചെറിയ ഒരു ഗ്രൂപ്പിൽ ആനിമൽസിനെ വളർത്തുക. ഈ ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അത്രയും ആനിമൽസ് പ്രൊഡക്റ്റീവ് ആണോ നമ്മൾ ശ്രദ്ധിക്കുക. ബെറ്റർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് നോക്കുക നമ്മൾ. പിന്നെന്താണ് ഫെർട്ടിലൈസർ മാനേജ്മെൻറ്റ്, മാനിയർ മാനേജ്മെൻറ്റ്, നമ്മൾ റൊട്ടേഷണൽ ഗ്രേസിങ് എന്നുള്ള ഒരു പിന്നെ മെത്തേഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്തി സോയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ റെഡ്യൂസിങ് ഫുഡ് വേസ്റ്റ് ആണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. പിന്നെ എത്രമാത്രം ഫുഡ് വേസ്റ്റ് നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ 1 ബില്യൺ ടൺസ് ഓഫ് ഫുഡ് വേസ്റ്റ് ഫുഡാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. അതായത് 17% ഓഫ് ഫുഡാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഫുഡ് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റിയ കാര്യങ്ങൾ, നല്ല ഹെൽത്തി മീൽസ് ചെയ്യുക, ഫുഡ് വേസ്റ്റ് കട്ട് ചെയ്യുക, സസ്റ്റൈനബിൾ റെസിപ്പി, അതുപോലെ തന്നെ റീയൂസബിൾ ബാഗ്സ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെന്താണ് നമ്മൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വാങ്ങിക്കുന്ന അതായത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കുക. ആൻഡ് ഈ വേസ്റ്റേജ് കുറയ്ക്കുക, മണി സേവ് ചെയ്യുക, എമിഷൻസ് കുറയ്ക്കുക, ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എങ്ങനെ ഫുഡ് വേസ്റ്റ് കുറയ്ക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 പോയിന്റ്സ് ആണ്, ഇതൊക്കെയാണ് എഴുതേണ്ടത്. പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ആനിമൽ ബേസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക. മീറ്റ് ആൻഡ് ഡയറി എന്ന് പറയുന്നത് പ്രോട്ടീൻസിൻ്റെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് ലോ ഇൻകം കൺട്രീസിൽ. പക്ഷേ ഹൈ ഇൻകം കൺട്രീസിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് പാക്കേജിംഗ് എന്ന് പറയുന്നതും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന് കുറച്ച് സ്മോൾ ഫ്രാക്ഷനാണ് അവർ പിന്നെ ഉള്ളത്, ആ ഒരു കൈൻഡ് ഓഫ് ഇതുള്ളത്. പിന്നെ നമ്മൾ ഫുഡ് കളയുമ്പോൾ നമ്മൾ ലാൻഡും എനർജിയും വാട്ടർ ഫെർട്ടിലൈസേഴ്സും എല്ലാം ആണ് നമ്മൾ കളയുന്നത്. ഓക്കെ, നമ്മൾ ഫുഡിനെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യുക. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കുക, പ്ലാസ്റ്റിക് ബാഗ് കുറയ്ക്കുക, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാൻ ഇൻ ദ കിച്ചൺ എന്നുള്ള പോയത്തിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാൻ ഇൻ ദ കിച്ചൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പോയമാണ്, നിങ്ങൾക്കറിയാം. അതാരാണ് എഴുതിയെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പോയത്തിനകത്തുനിന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈ പോയത്തിനകത്ത് വരുന്നുണ്ടോ? ഇല്ല. കാരണം ഇതിനകത്ത് ഹസ്ബൻഡാണ് കുക്ക് ചെയ്യുന്നത് വൈഫിന് വേണ്ടി. അപ്പോൾ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഒരു കൈൻഡ് ഓഫ് ജെൻഡർ ഇക്വാളിറ്റിയാണ് ഇതിനകത്ത് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു പോയത്തിനെ അനലൈസ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ 4 മാർക്ക് ക്വസ്റ്റിനകത്ത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്തിനാണ് ഹസ്ബൻഡ് ഈ ഒരു ഇത് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് വൈഫിന് ഒരു ദിവസത്തേക്കുള്ള റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? സോ അത് ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോം ഒരു മോഡേൺ പോമാണ്, അതായത് ഹസ്ബൻഡ്സ് കുക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പോം അല്ലേ. അപ്പോൾ ഇതൊരു മോഡേൺ പോം പോമായിട്ട് ഇതെങ്ങനെ മാറുന്നു.
ആൻഡ് വൈഫിന് ഒരു ദിവസത്തെ റെസ്റ്റ് കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹത്തിന് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ വേയിലാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന ഐറ്റംസ്? പോച്ച്ഡ് എഗ്സ്, ബേക്കൺ, അതൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഈ നമ്മുടെ പോച്ച്ഡ് എഗ്സ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ടൊമാറ്റോസ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഷുഗർ കൊണ്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ കവിയർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മഷ്റൂംസ് ഫ്രൈ ചെയ്യുന്നുണ്ട് ബട്ടറിൽ. ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെമൺ ടീ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ആൻഡ് ആ വൈഫിൻ്റെ എക്സ്പെക്റ്റേഷൻസിലും ബിയോണ്ടായിട്ട് നിൽക്കാനാണ് ഹസ്ബൻഡ് ഇതിനകത്ത് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഡോഗിന് എന്തായാലും ഇദ്ദേഹം ഒരു ഫുഡ് കുറച്ച് മാറ്റി വെക്കും. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്യും? വൈഫിന് കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹം തന്നെ കുറച്ച് കഴിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഹസ്ബൻഡ് ഓഫ് ദ ബ്രൈഡ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്. അതായത് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഹസ്ബൻഡ് ഓഫ് ദ ബ്രൈഡാണ്. അതായത് ഈ ഭാര്യയുടെ ഭർത്താവാണ്, അതായത് ഞാൻ ഭർത്താവാണെന്ന് ഇദ്ദേഹം ഒന്നും കൂടെ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള പോകം കൂടിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹസ്ബൻഡ് ഓഫ് ദ ബ്രൈഡ് എന്ന് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹസ്ബൻഡ് ഓഫ് ദ ബ്രൈഡ് അത് എന്തുകൊണ്ടാണ് ഊന്നി പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത് ഞാനാണ്. ഞാൻ ആരാണ്? എൻ്റെ വൈഫിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബ്രൈഡിൻ്റെ ഹസ്ബൻഡാണ് ഞാൻ എന്ന് ഒന്നും കൂടെ ഊന്നൽ കൊടുത്ത് ആര് പറയുവാണ്? നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ നറേറ്റർ ആരാണ് ഇതിനകത്ത്? ഹസ്ബൻഡാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാം. പിന്നെ ഈ ബെലൂഗ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇത് ഇവിടെ ഒരു, അതായത് കവിയറിൻ്റെ കാര്യവും ബെലൂഗയുടെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അതായത് കവിയർ പ്രിപ്പയർ ചെയ്യാമായിരുന്നു. കവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെയൊക്കെ മുട്ട, ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് കളറിലിരിക്കുന്ന മുട്ടയാണ്. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇയാൾ പറയുവാണ്, ഹസ്ബൻഡ് പറയുകയാണ്, ഈ കവിയർ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇതൊരു മോഡേൺ ഡേ പോമായിട്ട് എങ്ങനെ മാറുന്നു? ഇതൊരു കൈൻഡ് ഓഫ് ഫെമിനിസ്റ്റിക് പോമായിട്ട് എങ്ങനെ മാറുന്നു? ജെൻഡർ ഇക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന പോമായിട്ട് ഇത് എങ്ങനെ മാറുന്നു എന്നൊക്കെ ചോദിക്കാം. എ മാൻ ഇൻ ദ കിച്ചൺ എന്നുള്ള ടൈറ്റിൽ ചോദിക്കാം. ഇതെങ്ങനെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാലത്ത് റെലവൻ്റ് ആയിട്ട് ഇതെങ്ങനെ മാറുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പിന്നെ ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ കൾനറി ഇൻഡസ്ട്രി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അത് നിഖിലേഷ് ശർമ്മയാണ് എഴുതിയിരിക്കുന്നത്. ഒരു ആർട്ടിക്കിൾ പോലെയാണ്. ഓക്കെ. അതായത് ഇന്ത്യൻ കൾനറി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കുക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഉള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഇപ്പം ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം കിച്ചണിൽ കൂടുതലും സ്ത്രീകളാണ്, കുക്കിംഗ് ക്ലാസ്സിലും കൂടുതൽ സ്ത്രീകളാണ് വരുന്നത്. പക്ഷേ ഷെഫായിട്ട്, പ്രൊഫഷണൽ ഷെഫായിട്ട് വലിയ വലിയ ഹോട്ടൽസിൻ്റെയും റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ തലപ്പത്ത് വരുന്നത് ആണുങ്ങളാണ് കൂടുതലും. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് ഈ കുക്കിംഗ് ഇൻഡസ്ട്രിക്കകത്ത് വരുന്നതെന്നാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒറ്റയടിക്ക് 4 മാർക്കിന് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ കൾനറി ഇൻഡസ്ട്രി എന്ന് ഒറ്റയടിക്ക് ചോദിക്കാം. അല്ലെങ്കിൽ 2 മാർക്സിന് 1 മാർക്കിനുമായിട്ട് ബ്രേക്ക് ചെയ്തും ചോദിക്കാം. ഓക്കെ. അപ്പോൾ 80 to 90% ആണ് മെയിൽ ഷെഫും 10% മാത്രമാണ് സ്ത്രീകൾ ഷെഫായിട്ട് മാറുന്നത്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. പിന്നെ കുക്കിംഗ് ക്ലാസ്സിൽ കൂടുതൽ വരുന്ന ഗേൾസ് ആണെങ്കിലും ഈ ഷെഫ് എന്നായിട്ട് മാറുന്നത്, പ്രൊഫഷണൽ ഷെഫായിട്ട് മാറുന്നത് ആരാണ്? മെയിലാണ്, കൂടുതലും ആണുങ്ങളാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ തടയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾ കൂടുതലും കിച്ചൺ വർക്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അവരിപ്പോൾ ഈ കുക്കിംഗ് ക്ലാസ്സിൽ വന്നാലും അവർ കിച്ചണിൽ കയറി എന്താണ് ആ ഒരു സറൗണ്ടിങ്ങിൽ മാത്രമേ അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു നമ്മൾക്ക് എങ്ങനെ പ്രൊഫഷണൽ ഷെഫായിട്ട് മാറാം, അവരെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അവരുടെ ടാലൻറ്റിനെ അവരെന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. ആൻഡ് പിന്നെ ജെൻഡേർഡ് ഫുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് ചോദിക്കാം. ജെൻഡേർഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്ത്രീകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഉണ്ടാക്കാൻ വേണ്ടി സ്വീറ്റ് ഡിഷസ് ആയിരിക്കും. ആണുങ്ങൾ എപ്പോഴും നോൺ വെജിറ്റേറിയൻ മീൽസും പാസ്റ്റയും ബെവറേജസും ആയിരിക്കും. ഇതാണ് ജെൻഡേർഡ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബോയ്സും ഗേൾസും തമ്മിൽ, ബോയ്സിന് ഏറ്റവും ഇഷ്ടം കാറ് അങ്ങനെയുള്ള ടോയ്സ് ആണ്, ഗേൾസിന് ഡോൾസ് അല്ലെങ്കിൽ ബാർബി ടോയ്സ് ആണ് ഇഷ്ടം. അവിടെ കണ്ടോ ഒരു ജെൻഡറിങ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ വന്നത് കണ്ടോ? അപ്പോൾ ഫുഡിലും ഈ ഒരു ജെൻഡേർഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ സ്ത്രീകൾ കൂടുതൽ സ്വീറ്റ് ഡിഷസ് ആണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും ആണുങ്ങൾ കൂടുതലും കംഫർട്ട് ഫുഡായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ മീൽസ് ആണ് ഉണ്ടാക്കുന്നതെന്നും സ്ത്രീകൾ കൂടുതൽ സാലഡ്സ് ആൻഡ് ഡെസേർട്സ് ആണ് അവർക്ക് ഇഷ്ടമെന്നും ആണുങ്ങൾക്ക് മീറ്റ് പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെന്നാണ് പറയുന്നത്. അതാണ് ഈ ജെൻഡേർഡ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് ഫുഡിനെ നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നു. പിന്നെ എങ്ങനെ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാമെന്ന് വെച്ചാൽ കുക്കിംഗ്, കെയർ ഗീവിങ്, അതുപോലെ തന്നെ ചൈൽഡ് റെയറിങ്ങും ഈ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് എല്ലാം ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് സ്ത്രീകളാണ് ഫാമിലിയിൽ. അതെല്ലാം അൺപെയ്ഡ് ഡ്യൂട്ടീസ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. കാരണം എന്തുകൊണ്ട്? അത് അവരുടെ ഡെയിലി ജോബാണെന്നും അവരെ പിന്നെ സ്ത്രീകളായതുകൊണ്ട് അവരുടെ എക്സ്പെക്റ്റേഷൻസ്, അവർ ഫാമിലിയിൽ ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻസ്.
വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് പ്രഷർ, അൺഫേവറബിൾ ആയിട്ടുള്ള വർക്ക് പോളിസി, അതായത് ഇപ്പോൾ വർക്ക് പ്ലേസിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ ലോങ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ വിമൻ ഷെഫിനെ കുറയ്ക്കാനുള്ള കാരണങ്ങളെന്നാണ് നിഖിലേഷ് ശർമ്മ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെ മാറ്റങ്ങൾ വരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമൻ ഫ്രണ്ട്ലി പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ലോങ് വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഫ്ലെക്സിബിൾ ആക്കി മാറ്റുക. രാവിലെ തൊട്ട് ഉച്ച വരെ, അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ആക്കി വെക്കാം. പിന്നെ നമ്മൾ ഈ മെയിൽ ഡോമിനേറ്റഡ് കിച്ചൺ കൾച്ചറിൽ അവരെ ഫോഴ്സ് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടൊരു സ്പേസ് കൊടുക്കുക. പുതിയ ചലഞ്ചസും പുതിയ ഒരു രീതിയിലുള്ളൊരു സ്പേസ് അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ ടാലൻസിനെ പുറത്ത് കൊണ്ടുവരാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി കുറച്ചും കൂടി വൈഡ് വെറൈറ്റി കുറച്ചും കൂടി ഡെവലപ്ഡ് ആവും എന്നാണ് നിഖിലേഷ് ശർമ്മ ഇതിനകത്ത് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർട്ടിയേഴ്സ് കോർണർ ബൈ ആർ കെ നാരായണത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. മാർട്ടിയേഴ്സ് കോർണറിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ രാമൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഈ ടൈറ്റിലുണ്ടല്ലോ ദ മാർട്ടിയേഴ്സ് കോർണർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാർട്ടിയേഴ്സ് കോർണർ എന്നുള്ള വർക്ക് ആരാണ് എഴുതിയത്? ആർ കെ നാരായൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ രാമൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റോള് 200 yards away മാറ്റേണ്ടി വന്നത് യൂഷ്വൽ പ്ലേസിൽ നിന്ന്? പിന്നെ രാമൻ്റെ ഫുഡ് സ്റ്റോളിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, യൂഷ്വലി കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? പിന്നെ രാമനും രാമൻ്റെ കടയുടെ അടുത്തുള്ള ബൂട്ട് പോളിഷ് ബോയ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെയാണ്? പിന്നെ രാമൻ്റെ ഫുഡ് എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയത്? ബിക്കോസ് അത് വളരെ ചീപ്പാണ്. പിന്നെ നെഗറ്റീവ് ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അയാൾ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ ഒന്നും ഇല്ല. പക്ഷേ എന്നാലും പോലീസ് ഒഫീഷ്യൽസിനെ ഹെൽത്ത് ഒഫീഷ്യൽസ് ഇങ്ങോട്ട് വരത്തില്ല ഇയാൾ ഉപദ്രവിക്കാൻ, കാരണം അവർക്ക് ഇയാൾ ഫുഡ് ഒക്കേഷണലായിട്ട് കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ രാമൻ്റെ ആ ഒരു പുതിയ സ്പോട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്ത് നടക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ റൈറ്റ് നടക്കുകയും 2 പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ അടിയുണ്ടാവുകയും അങ്ങനെയാണ് ആ കടയുടെ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റോളിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഈ ഒരു റയറ്റ് വയലൻ്റ് ആവുകയും പോലീസുകാർ വന്ന് വെടിവെക്കുകയും അങ്ങനെ കുറച്ച് മാർട്ടിയേഴ്സ്, അതായത് കുറച്ച് പേര് അവിടെ കുറച്ച് കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഇദ്ദേഹം കടയിൽ ലൊക്കേഷനിൽ വന്നപ്പോൾ എന്തോ കാണുന്നത്, അവിടെ ഒരു മുനിസിപ്പാലിറ്റിക്കാർ ആ ഒരു ലാൻഡ് ഏറ്റെടുക്കുകയും അവിടെ കഴിഞ്ഞ ദിവസം മരിച്ച ഒരാൾക്ക് വേണ്ടി, ഒരു പൊളിറ്റിക്കൽ ലീഡറിന് വേണ്ടി എന്ത് ചെയ്യുവാണ്, അവിടെ ഒരു സ്റ്റാച്യു ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു മെമ്മോറിയൽ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റോള് 200 yards മാറ്റി സ്ഥാപിക്കേണ്ടി വരുന്നു. പുതിയ കസ്റ്റമേഴ്സ് ആരും അങ്ങനെ വരുന്നില്ല, പഴയ കസ്റ്റമേഴ്സും വരുന്നില്ല. അങ്ങനെയാണ് ഈ ഫുഡ് സ്റ്റോൾ അടച്ചു പൂട്ടേണ്ടി ഇദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. രാമൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമി, എ ടെയിൽ ഓഫ് ഫ്യൂഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തുനിന്ന് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമി എന്ന് പറയുന്നതിനകത്തുള്ള 1 mark ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൾണറി കൾച്ചറിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്വിസീനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പാലിംസെസ്റ്റ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ക്വിസീൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നല്ല ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യൻ ക്വിസീൻ എന്ന് പറയുന്നതിനെ നമുക്ക് പാലിംസെസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഗ്യാസ്ട്രോണമി എന്ന് പറഞ്ഞ ഒറ്റയടിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ക്വിസീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ കാര്യം പറയുക. രാജസ്ഥാനിലെ ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ക്രോപ്സിനെ ഗ്രോ ചെയ്തു 8000 BCE. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ഇൻ ടേംസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലാണ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. വീറ്റ് ആൻഡ് ബാർലിയാണ് ഈ സമയത്ത് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. റിവർ വാലീസ് ഏതൊക്കെയായിരുന്നു? ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി ആയിരുന്നു. പിന്നെ ഗ്രൂവൽ ലൈക്ക് ഫുഡ് അതൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഇൻഡസ് വാലിയാണ്. ഇൻഡസ് വാലിയുടെ സിവിലൈസേഷൻ ഏത് കാലഘട്ടമായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ. ഏതൊക്കെ റിവർ വാലീസിൻ്റെ അടുത്തായിരുന്നു? പഞ്ചാബ് ആൻഡ് സിന്ധ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയായിരുന്നു വെറൈറ്റി ക്രോപ്സ് ഇവിടെ ഗ്രോ ചെയ്തിരുന്നത് എന്നുള്ളത്? വീറ്റ്, ബാർലി, ലെൻറ്റിൽസ്, പീസ്. പിന്നെ ഏതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡ്? ബ്രെഡും റൈസും ആയിരുന്നു. ഫിഷിൻ്റെ എവിഡൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആർക്കിയോളജിസ്റ്റുകൾ ഡിസ്കവർ ചെയ്ത സൈറ്റ് എവിടെ ആയിരുന്നു? കാലിബംഗൻ, രാജസ്ഥാനിൽ. അവിടെയായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു പ്ലാൻഡ് സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. അഗ്രികൾച്ചറൽ ഫീൽഡൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ വേദിക് പീരീഡിൽ എന്തായിരുന്നു ഇമ്പോർട്ടൻസ്? വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വേദാസ് എഴുതിയ ടൈം. നമ്മുടെ ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ എഴുതിയിരുന്ന സമയത്ത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കൗ ആയിരുന്നു സെൻട്രൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ കൗ ആയിരുന്നു സെൻട്രൽ ആയിട്ടുള്ള ഒരു ആനിമൽ എന്ന് പറയുന്നത്. ഡയറി പ്രോഡക്ട്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉള്ളത്. മിൽക്കിൻ്റെ പ്രോഡക്ട്സും ആയിരുന്നു കൂടുതലായിട്ടും ഉള്ളത്. ഓയിൽ സീഡ്, സെസമി, മസ്റ്റേർഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. പിന്നെ മാംഗോസും ഒക്കെ ആയിരുന്നു ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മേജർ ഇമ്പോർട്ടൻറ്റ് റിലീജിയൻസ് എന്ന് പറയുന്നത് ജൈനിസം, ബുദ്ധിസം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം ആൻഡ് ജൈനിസം കൂടുതൽ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ ടൈംലെസ് എപ്പിക്കായിട്ട് രാമായണ, മഹാഭാരത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ മഹാഭാരതത്തിലെ ഭീമ എന്നുള്ള ക്യാരക്ടർ നല്ല ഫുഡിയാണ്. അത് ചോദിക്കാം കേട്ടോ. മഹാഭാരതത്തിലെ ഏത് ക്യാരക്ടറാണ് നല്ല ഫുഡിയായിട്ടുള്ളത്, നല്ലപോലെ ഫുഡ് കഴിക്കുന്നത്? പിന്നെ 6th and 3rd century BCE നമ്മൾ സെക്കൻഡ് അർബനൈസേഷൻ എന്നാണ് ആ കാലഘട്ടത്തിനെ നമ്മൾ വിളിക്കുന്നത്. ഗംഗയുടെ റിവറിൻ്റെ അടുത്തായിരുന്നു കൂടുതൽ അർബൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്താണ് കൂടുതൽ നമ്മുടെ റിലീജിയൻസ് ഒക്കെ ജൈനിസം, ബുദ്ധിസം പോലുള്ള റിലീജിയനൊക്കെ ഫേമസ് ആയത്. ക്ലാസിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 1st and 5th century CE ആണ്. പിന്നെ ഗുപ്ത ഡൈനാസ്റ്റി വന്നു. സ്പൈസസ് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡായിട്ട് മാറി. പെപ്പർ, വൈറ്റ് പെപ്പർ, കാഡമം ഇതൊക്കെ വന്നു. പെപ്പറിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു ഇറാനിലോട്ട്. പിന്നെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള ധർമ്മശാസ്ത്രാസ് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ആ സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനെ എങ്ങനെയാണ് നമ്മൾ നൈവേദ്യ ആൻഡ് പ്രസാദമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് 5th century CE റിലീജിയസ് ടെക്സ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പുരാണാസ് എന്നാണ്. അപ്പോൾ ഈ സമയത്തെന്ന് പറയുന്നത് ഈ ഡയറ്റീസിനൊക്കെ പൂജ, നമ്മൾ വർഷിപ്പ് കൊടുക്കുമല്ലോ, പൂജയ്ക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിനെയാണ് നമ്മൾ നൈവേദ്യ എന്ന് പറയുന്നത് കേട്ടോ. ഭോഗ അല്ലെങ്കിൽ നൈവേദ്യ എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ ഗീ ആൻഡ് മിൽക്ക് ബേസ്ഡ് ഫുഡായിരിക്കും. ഗണേശനാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ്സ് ആയിരിക്കും, മോദകമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ഫുഡ് ഡയറ്റിക്ക് ഓഫർ ചെയ്ത ഫുഡിൻ്റെ ലെഫ്റ്റ് ഓവറിനെയാണ് നമ്മൾ പ്രസാദം എന്ന് പറയുന്നത്, പ്രസാദ. ഓക്കെ. പിന്നെ താന്ത്രസിസം ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. അപ്പോൾ താന്ത്രസിസം എന്ന് പറയുന്നത് മാംസവും മദ്യവും കഴിക്കുന്നത്, അതായത് ഗോഡിനെ ഓഫർ ചെയ്യുന്നത്, അതാണ് താന്ത്രസിസം എന്ന് പറയുന്നത്. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ഇസ്ലാമിക് കൾച്ചറുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ സിറിയൻ ക്രിസ്ത്യൻ, പിന്നെ ഇസ്ലാമിക് കൾച്ചർ സിറിയൻ ക്രിസ്ത്യൻസ് അറബ് വേൾഡിൽ നിന്ന് കേരളത്തിലെ ക്രിസ്ത്യനെ എന്തായത് ഇൻഫ്ലുവൻസ് ചെയ്തു. സമൂസയൊക്കെ അവിടുത്തെയാണ്, അറബുകാരുടെയാണ് സമൂസ എന്ന് പറയുന്നത്. പിന്നെ സംബൂസ എന്നാണ് അവരതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. മീറ്റ് ഫിൽഡ് പാറ്റീസ്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ്, സാഫ്രൻ, പിന്നെ അത് ബ്രെഡ്, അതൊക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യൻ ക്വിസിനിലോട്ട് വന്നു. പിന്നെ അബുൾ ഫസൽ എന്നുള്ള ഒരാളുടെ ഐൻ-ഐ അക്ബറി എന്നുള്ളതിനകത്ത് മീറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റഫ്ഡ് റോസ്റ്റഡ് ചിക്കണിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ലോ കുക്കിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ ദംബൂത്ത് എന്ന് പറയുന്നത്. പിന്നെ ബിരിയാണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ബ്രെഡ്, റൊമാലി, തന്തൂരി റൊട്ടിയെക്കുറിച്ച് മുഗൾസാണ് കൊണ്ടുവന്നത്. പിന്നെ കുൽഫി എന്നുള്ളത് മുഗൾ ഇന്ത്യയിൽ അതായത് മുഗൾസ് കൊണ്ടുവന്നതാണ് കുൽഫി. പിന്നെ നിമത് നാമ ഐ നസറുദ്ദീൻ ഷാഹി എന്നുള്ളത് ഒരു മെഡീവൽ കുക്ക് ബുക്കാണ്. അത് ഗിയാത്ത് ഷായാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മൽവയിലെ റൂളറായിരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂറോപ്യൻസ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പൊട്ടറ്റോസ്, ചില്ലീസ്, പപ്പായസ്, പൈനാപ്പിൾസ്, ടൊബാക്കോ, ഗുവാവാസ്, പീനട്ട്സ്. പിന്നെ ആലു എന്നുള്ളതിനെ ഇന്ത്യയിൽ പൊട്ടറ്റോയെ വിളിക്കുന്ന ആലു എന്നാണ് കേട്ടോ. സാൻസ്ക്രിറ്റിൽ അതിൻ്റെ പേര് ട്യൂബർ എന്നാണ്, ട്യൂബർ, TUBER. പിന്നെ ടീ ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അത് മറന്നുപോയത്. അതുപോലെ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്, സ്പിനച്ച് അതൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ ക്വിസിൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഫേസ് ഉണ്ട്, നമുക്ക് ദാബ ഉണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദാബാസ് എന്ന് വെച്ചാൽ കാറ്റഗറി ഓഫ് റെസ്റ്റോറൻറ്റ്സ് എന്നാണ് കേട്ടോ ദാബാസ് എന്ന് പറയുന്നത്. പിന്നെ ചൈനീസ് ഫുഡ് പോപ്പുലറാണ് വളരെ. ഇൻഡോ ചൈനീസ് ഫുഡുണ്ട്. സ്ട്രീറ്റ് ഫുഡ് പിന്നെ ഡെവലപ്ഡ് ആണ് ഇപ്പോഴത്തേക്ക് ഇപ്പം. അതുപോലെ തന്നെ മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മിറാക്കിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, പോം ബൈ എലിസബത്ത് ബിഷപ്പ്. അതിനകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ്, അതായത് ഈ 4 മാർക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അതായത് ഈ ഒരു പോം മിറാക്കിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ റിച്ച് ആൻഡ് പുവർ ഡിവൈഡിനെ കുറിച്ച് പറയുന്നു. പിന്നെ അതിനകത്ത് ഈ മിറാക്കിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതിനകത്ത് മിറാക്കിൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സെറ്റിംഗ് ഓഫ് ദ പോം, അതായത് രാവിലെ 6 മണി തൊട്ട് കുറേ ആളുകൾ ഒരാളുടെ ബാൽക്കണിയുടെ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്തിനു വേണ്ടി? കോഫിക്ക് വേണ്ടിയും ബ്രെഡ് ക്രംസിന് വേണ്ടിയും. പക്ഷെ അത് കിട്ടുന്നില്ല അവർക്ക്. ഒരു ഡ്രോപ്പ് ഓഫ് കോഫിയും ചുമ്മാ കുറച്ച് ബ്രെഡ് ക്രംസ് മാത്രമാണ് കിട്ടുന്നത്.
അപ്പോൾ ആളുകൾ നിരാശരായിട്ട് കുറച്ച് പേര് തിരിച്ചു പോകുന്നു, കുറച്ച് പേര് പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ നറേറ്റർ ഓഫ് ദ പോം എന്ന് പറയുന്നത് അയാൾ അവിടെ വെച്ചൊരു ഡ്രീം കാണുവാണ്, ഒരു ഇമാജിനേഷനിലോട്ട് അയാൾ കടക്കുവാണ്, ഡേ ഡ്രീം ചെയ്യുവാണ്. അപ്പോൾ അയാൾ ഈ വലിയ ബാൽക്കണിയും വീടിൻ്റെ ഇതൊക്കെ കണ്ട് വളരെയധികം ഭയങ്കര സങ്കടപ്പെട്ടും ഭയങ്കര വിഷമിച്ച് നിൽക്കുവാണ്. അയാൾക്ക് അങ്ങനെ ഒരു വീടില്ലല്ലോ, അയാൾക്ക് അങ്ങനെ ഒരു ഫുഡ് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്, അയാൾ ഈ ഒരു വലിയ വീടിൻ്റെ ബാൽക്കണിയിൽ സൂര്യപ്രകാശമൊക്കെ അടിച്ച് ലാർജ് ഗാലൺസ് ഓഫ് കോഫി കുടിക്കുന്നതും ഒരു വലിയ ലോഫ് ഓഫ് ബ്രെഡ് കഴിക്കുന്നതും ഒക്കെ അയാൾ ഇമാജിൻ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് റിയാലിറ്റിയിലോട്ട് വരുവാണ്. തിരിച്ച് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ആളുകളെല്ലാം തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു റിവറിൻ്റെ അക്രോസ് ആണ് ഈ ഒരു ബാൽക്കണി, ഈ ഒരു വലിയ വീട് നിൽക്കുന്നത് അല്ലേ. അപ്പം ആ റിവറിലോട്ട് അയാൾ, അതായത് അവർ തിരിച്ചങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഇവർ നോക്കുമ്പോൾ സൺലൈറ്റ് ഒരു റോങ് ബാൽക്കണിയിലോട്ട് പിന്നെയും അടിക്കുകയാണ്. അപ്പോൾ ഈ കൺക്ലൂഷൻ ഓഫ് ദ പോം എന്താണെന്നുള്ളത് ചോദിക്കുക. റോങ് ബാൽക്കണിയിലോട്ട് സൺലൈറ്റ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് ഈ ഒരു ഫുഡ് ആൻഡ് കാര്യങ്ങൾ കിട്ടുന്നില്ല, അർഹതയില്ലാത്തവർക്കാണ് ഈ സൂര്യപ്രകാശം അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും എല്ലാം വീണ്ടും ഇനി ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളുടെ ബാൽക്കണിയിലോട്ടാണ് പിന്നെയും സൂര്യപ്രകാശം അടിക്കുന്നത്. അതായത് അർഹതയുള്ളവർക്ക് ഫുഡൊന്നും കിട്ടുന്നില്ല, അർഹതയില്ലാത്തവർക്കാണ് ഈ ഫുഡ് ഐറ്റംസ് കിട്ടുന്നത്. അവർ കൊടുക്കുന്നതും ഇല്ല, അർഹതയുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നതും ഇല്ല. ഇതിനകത്ത് സിമ്പിൾസ് ചോദിക്കാം, തീംസ് ചോദിക്കാം. സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് റിവർ, ആ ഒരു വീട്, പിന്നെന്താണ് സൂര്യപ്രകാശം, കോഫി, ടീ, ഇതൊക്കെയെന്ന് വെച്ചാൽ സിമ്പിൾസ് ആണ്. ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാൽക്കണി എന്ന് വെച്ചാൽ ആ റിച്ചും പൂറും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിവൈഡിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ബാൽക്കണിയിൽ നിൽക്കുന്ന ആൾ എപ്പോഴും ആരാണ്? റിച്ച്. അയാൾ താഴോട്ട് നോക്കുന്നത് പൂറായിട്ടുള്ള ആളുകളെയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റിംഗ് ഓഫ് ദ പോം ചോദിക്കാം. മിറാക്കിൾ എന്നുള്ളത് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ്റെ സമയത്താണ് എലിസബത്ത് ബിഷപ്പ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. അപ്പം അത് ചോദിക്കാം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പോം അതും എഴുതാം നിങ്ങൾക്ക് പോയിൻ്റായിട്ട്. പിന്നെ ഇതാരാണ് ഈ പോം എഴുതിയെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ആലിസ് ഇൻ വണ്ടർലാൻഡ് ചാപ്റ്റർ 7 എ മാറ്റ് ടീ പാർട്ടി ബൈ ലൂയിസ് കാരൽ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ലൂയിസ് കാരലിൻ്റെ നിങ്ങൾ ചാപ്റ്റർ 7 മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ചാപ്റ്റർ 7-നകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത്, ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ആലിസ് ഉണ്ട്, മാഡ് ഹെയർ ഉണ്ട്, പിന്നെന്താണ് മാർച്ച് ഹെയർ ഉണ്ട്, ആലിസ് ഉണ്ട്, മാർച്ച് ഹെയർ ഉണ്ട്, മാഡ് ഹാറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ടോക്കിംഗ് വൈറ്റ് റാബിറ്റ് ഉണ്ട്. പിന്നെ അത് നോക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് എപ്പോഴും ഉറങ്ങുന്ന ക്യാരക്ടർ ഏതാണെന്ന് ചോദിക്കാം. മറ്റേ വാച്ചിൻ്റെ എപ്പിസോഡ് ചോദിക്കാം. അതായത് നമ്മുടെ വാച്ച് 6 മണിക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുവാണ് ടൈം. അതെങ്ങനെ ടൈം സ്റ്റക്കായി, കാരണം പിന്നെ ക്യാരക്ടേഴ്സ്, അതായത് ടൈം എങ്ങനെ സ്റ്റക്കായി എന്നുള്ളത് ചോദിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനും കൂടെ 1 ലൈൻ സമ്മറി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ 4 മാർക്സ് ക്വസ്റ്റിന് ഇതൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പോലെ കാണാൻ എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ എഴുതി എന്നിട്ട് ചാപ്റ്റർ 7ൻ്റെ സമ്മറിയും കൂടെ എഴുതുമ്പോൾ കുറച്ചും കൂടി നല്ല വോളിയംനെസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഒരു 2 പേജ് 1.5 പേജൊക്കെ കറക്റ്റ് നിറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്ന ടൈം എങ്ങനെ സ്റ്റക്കായെന്നുള്ളത്, പിന്നെ ആലിസിൻ്റെ അടുത്ത് ചോദിക്കുന്നുള്ള റിഡിൽസ് ഏതൊക്കെയാണ്. അതായത് റിഡിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഈസ് എ റേവൺ ലൈക്ക് എ റൈറ്റിംഗ് ഡെസ്ക്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഡിലാണ് ആലിസിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ഈ ചാപ്റ്റർ 7 എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ചാപ്റ്റർ 7 എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സുമായിട്ട് ആലിസ് വഴക്കിട്ട് തിരിച്ച് ആലിസ് ഒരു ഫോറസ്റ്റിലോട്ട് എത്തപ്പെടുന്നു. ഒരു ട്രീ കാണുന്നു, ട്രീക്കകത്തൊരു ഡോറുണ്ട്, അതിനകത്ത് കയറുന്നു ആലിസ്. എന്നിട്ട് പിന്നെ ആ ഡോറിനകത്തൂടെ കയറി ഒരു ഗാർഡനിലോട്ട് എത്തപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന റഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക്, ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പിന്നെ വീണ്ടും വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഈ ഒരു ഓഡിയോയുടെ താഴെ ചോദിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ പറഞ്ഞ അതായത് സ്പീച്ചിൻ്റെ, പോഡ്കാസ്റ്റിൻ്റെ, ബ്ലോഗിൻ്റെ, അതുപോലെ തന്നെ എന്താണ് പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ, ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൻ്റെയൊക്കെ ഇത് അറിഞ്ഞിരിക്കുക, ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക.